ഹലോ ഫ്രണ്ട്സ്, ഇന്ന് സോമു എഴുതിയിരിക്കുന്ന ഒരു മെയിലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് സോമു, യഥാർത്ഥ പേരല്ല. എനിക്ക് 22 വയസ്സ്. മാഡം, എൻ്റെ കൂടെ തന്നെ പഠിക്കുന്ന ഒരു കൂട്ടുകാരൻ എനിക്കുണ്ട്, അജു. അവൻ എൻ്റെ വീടിനടുത്ത് തന്നെയാണ്. ഞങ്ങൾ രണ്ടുപേരും നേഴ്സറി മുതൽ ഒന്നിച്ച് പഠിച്ചവരാണ്. എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യും. എന്ത് കുതന്ത്രമാണെങ്കിലും തന്ത്രമാണെങ്കിലും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. അത്രയ്ക്കും തിക്ക് ഫ്രണ്ട്സാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും പലപ്പോഴായി പല പ്രേമങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഞാൻ കാണിച്ചിട്ടുള്ള കുരുത്തക്കേടുകളൊക്കെ അവനോട് പറഞ്ഞിട്ടുണ്ട്. അവൻ്റെ കുരുത്തക്കേടുകൾക്ക് ഞാനും കൂട്ടുനിന്നിട്ടുണ്ട്. അങ്ങനെ പരസ്പര സഹായത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോവുകയായിരുന്നു. ഇപ്പോൾ കോളേജിൽ പഠിച്ചപ്പോഴും ഞങ്ങൾ ഒരു ക്ലാസ്സിൽ തന്നെയാണ് പഠിക്കുന്നത്. ദൈവഭാഗ്യം കൊണ്ട് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് നന്നായി മുന്നോട്ട് പോകുന്നു. ഇനി കാര്യത്തിലേക്ക് കടക്കാം. മാഡം, ഏകദേശം ഒരു 10 മാസത്തിന് മുമ്പാണ് എൻ്റെയും അവൻ്റെയും വീടിൻ്റെ നടുക്കായിട്ടാണ് ഒരു വീട് ഒഴിഞ്ഞു കിടന്നിരുന്നത്. ആ വീട്ടിൽ പുതിയ താമസക്കാർ വന്നു. അവിടെയെല്ലാം വൃത്തിയാക്കി. ആരോ വരുന്നുണ്ടെന്ന ഒരു ഫീലിങ്സ് ഉണ്ടായിരുന്നു. അവിടെ ആരാ വരുന്നതെന്നറിയാൻ ഞങ്ങൾക്ക് ആകാംക്ഷയുണ്ടായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ ഒരു സ്ത്രീയും പുരുഷനും അവരുടെ 4-5 വയസ്സുള്ളൊരു കുട്ടിയും കൂടെ അവിടെ വന്നു ചേർന്നു. ആ സ്ത്രീയെ കണ്ട് ശരിക്കും ഞങ്ങൾ ഞെട്ടിപ്പോയി. 34 വയസ്സ് കാണും. പക്ഷേ ഇത്രയും ഗ്ലാമറുള്ള, ഇത്രയും നല്ല കോംപ്ലിമെൻറ്റ്സ് കൊടുക്കാൻ പറ്റുന്ന രൂപമുള്ള ഒരു സ്ത്രീയെ ഞങ്ങൾ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല. തെറ്റും കുറ്റവും ഒന്നും പറയാനില്ല. ഒരു സീരിയൽ നടിയെപ്പോലെ ഇരിക്കുന്നു. ഇവർക്ക് മേക്കപ്പ് ഇല്ല, അത്ര മാത്രമേ ഉള്ളൂ. പക്ഷേ മേക്കപ്പ് ഇല്ലാതെ തന്നെ അവർ അതീവ സുന്ദരിയാണ്. ചിരിക്കുമ്പോൾ എന്തൊരു വശ്യതയുണ്ട്. അതുമാത്രമല്ല, തുളുമ്പുന്ന പലതും ഞങ്ങളെ അട്രാക്റ്റ് ചെയ്തു. 2-3 ദിവസത്തോളം അവരുടെ അംഗപ്രത്യംഗങ്ങളെക്കുറിച്ച് വർണ്ണിക്കുകയായിരുന്നു ഞങ്ങൾക്ക് പരിപാടി. പക്ഷേ അവർ ഞങ്ങളെ ആദ്യം ഒന്നും മൈൻഡ് ചെയ്തില്ല. വന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാനും അവനും കൂടെ ബൈക്കിൽ പോവുകയാണ്. ആ സമയത്ത് അവർ മുകളിൽ നിന്ന് അവരുടെ മുറ്റത്ത് നിന്ന് കൈ കാണിച്ചു. ഞങ്ങൾ നിർത്തി കഴിഞ്ഞപ്പോഴേക്കും ആ ചേച്ചി ഇറങ്ങി വന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട കേട്ടോ, ഞാനൊന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് നിർത്തിയത്. അന്ന് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ ആരെയും വിളിച്ച് ഒരു സദ്യയോ അല്ലെങ്കിൽ പുരമാറ്റം നടക്കുന്നതിൻ്റെ എന്തെങ്കിലുമോ ഒന്ന് കൊടുക്കാൻ പറ്റിയില്ല. കാര്യം ചേട്ടൻ ഇങ്ങോട്ട് വന്നതിൻ്റെ കുറേ ടെൻഷനിലൊക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് ഞായറാഴ്ച എല്ലാവർക്കും വേണ്ടിയിട്ട് ഇവിടെ ഞങ്ങൾ സദ്യ ഒരുക്കുന്നുണ്ട്. മോൻ ദേ ആ വീട്ടിലെ അല്ലേ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞാണ്, ഞാൻ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ, നിങ്ങൾ 2 പേരെയും നാട്ടുകാരെ എല്ലാവരും എനിക്ക് പരിചയപ്പെടണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങളുടെ പേര് ചോദിച്ചു. ഞങ്ങൾ പേര് പറഞ്ഞു. അതേപോലെ എന്തിനാണ് പഠിക്കുന്നതെന്ന് പറഞ്ഞു. ചേച്ചി ഞങ്ങളുടെ പേര് പറഞ്ഞു. എൻ്റെ പേര് ലയ എന്നാണ്. ഞാൻ ജോലി ചെയ്യുന്നില്ല. എൻ്റെ ഹസ്ബൻഡ് ഇവിടെ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ട്. മോന് 4.5 വയസ്സായി. അത്രേ ഉള്ളൂ കേട്ടോ. ഞങ്ങൾ വന്നത് കോട്ടയത്ത് നിന്നാണ്. ചേട്ടന് ഇവിടെ ഇപ്പോൾ സ്ഥിരമായിട്ട് നിയമനം ലഭിച്ചിരിക്കുകയാണ്. പിന്നെ എൻ്റെ ഭർത്താവ് എൻ്റെ മുറച്ചെറുക്കൻ തന്നെയാണ് കേട്ടോ എന്ന് പറഞ്ഞ് നാണത്തോടു കൂടി പുള്ളിക്കാരി ചോദിക്കാതെ എല്ലാം വിവരിച്ചു. ഞങ്ങൾ ഞായറാഴ്ച വരാമെന്ന് വാക്ക് കൊടുത്തിട്ട് ടാറ്റ പറഞ്ഞു പോയി. അപ്പോൾ എന്നോട് എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു, എടാ, അവർക്ക് ഇത്രയും പ്രായമുണ്ടെങ്കിലും അവരൊരുമാതിരി കൊഞ്ചിയല്ലേ സംസാരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് വീഴുന്ന ടൈപ്പാണെന്ന്. ഞാൻ പറഞ്ഞു, വീഴും, നീ വെല്ലം പിടിച്ച് തള്ളണം എങ്കിൽ ഒരു വീഴുമെന്ന് പറഞ്ഞു. അല്ലടാ, അവർ ഒരു മാദക ഭാവത്തോടു കൂടി കൊഞ്ചിയല്ലേ സംസാരിക്കുന്നേ. ഞാൻ പറഞ്ഞത് അവരുടെ സ്റ്റൈലായിരിക്കും. അവർക്കത്ര പ്രായമൊന്നും ആയിട്ടില്ല. അവരെ കണ്ടാൽ 34 വയസ്സ് പറയുമോ? അപ്പോൾ അവൻ പറഞ്ഞു, ഇല്ല പറയില്ല, പക്ഷേ എൻ്റെ അമ്മയെ പറഞ്ഞത് 34 വയസ്സ് കാണുമെന്ന്. അവരോടൊക്കെ വന്നപ്പോഴേ സംസാരിച്ചല്ലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. എന്തായാലും അവരെ കണ്ടു കഴിഞ്ഞാൽ ഒരു 25 വയസ്സ് പറയും, അത്രയേ ഉള്ളൂ അല്ലേന്ന്. ആ, ഞാനും ശരി വെച്ചു. അപ്പോൾ അവൻ പറയുകയാണ്, സംസാരിക്കുന്നതിനിടയ്ക്ക് അവർ നാക്ക് നീട്ടി ചുണ്ടിടയ്ക്കിടയ്ക്ക് നനയ്ക്കുന്നുണ്ടായിരുന്നു. നീ അത് ശ്രദ്ധിച്ചോ? അയ്യോ, ഞാൻ ശ്രദ്ധിച്ചില്ല. അതെന്താണ് നീ ശ്രദ്ധിക്കാതിരുന്നത്? ശരിക്കും ആഗ്രഹമുള്ള പെണ്ണുങ്ങളാണ് അങ്ങനെ ചെയ്യുന്നത്. എന്താഗ്രഹമുള്ള അല്ല, ആണുങ്ങളോട് താല്പര്യമുള്ള പെണ്ണുങ്ങൾ അങ്ങനെ ആണുങ്ങൾക്ക് സിഗ്നൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്ന് കേട്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള ആക്ഷൻസൊക്കെ ഒന്ന് പോടാ, വെറുതെ പോയി നമ്മളെ വിളിച്ചിട്ട് അവർ അവരുടെ വീട്ടിലേക്ക് ചെല്ലണമെന്ന് പറഞ്ഞത് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണോ? ഞായറാഴ്ച ഒരു ഫംഗ്ഷനുണ്ട്, എല്ലാവരും ചെല്ലണം, അതിനുവേണ്ടി അവർ വിളിച്ചത്. അല്ലാതെ അവർ നിന്നെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആക്ഷൻ കാണിച്ചതല്ല. അപ്പോൾ അവൻ പറഞ്ഞു, എന്നെ അല്ലടാ, ശരിക്കും നിന്നെയാണ് നോക്കിയത്. അവർ നിന്നെ അടിപൊളി നോക്കുന്നത് കണ്ടു കേട്ടോ. എനിക്ക് തോന്നുന്നു അവർക്ക് നിന്നോട് എന്തോ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെന്ന്. ഞാൻ പറഞ്ഞു, ഇളക്കല്ലേ ഇളക്കല്ലേ, അടി പിടിക്കുമെന്ന്. അപ്പോൾ അവൻ പറഞ്ഞു, എടാ, നീ വിശ്വസിക്കുന്ന പോലെയല്ല. ഞാൻ ലക്ഷണം കണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് കറക്റ്റാണ്. അവർ വീഴുന്ന ടൈപ്പാണ്. നീ അവരോട് ഒന്ന് അടുത്ത് സംസാരിച്ചാൽ, ഒരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ നിന്നിലേക്ക് വരും, ഉറപ്പാണ്. പിന്നെ അവരുടെ ഭർത്താവ് ഒരു ഉറക്കം തൂങ്ങിയാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് നീ അങ്ങ് ട്രൈ ചെയ്യാൻ.
ഞാൻ പറഞ്ഞു എനിക്കങ്ങനെ മുട്ടി നിൽക്കല്ല, നീ അങ്ങ് ട്രൈ ചെയ്യേ, നീയും ആ ചേച്ചിയുമായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പ് ആകുക എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞ് ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കോളേജ് വരെ ഇത്തിരി പ്രശ്നം ഉണ്ടാക്കി. എന്തായാലും അത് കഴിഞ്ഞതിൽ പിന്നെ എൻ്റെ മനസ്സിലും തോന്നി, ആ ചേച്ചി സുന്ദരിയല്ലേ, ഇവനാണെങ്കിൽ അവരെ ദിവസവും വർണ്ണിച്ച് പറയും. അവരാണെങ്കിൽ വീട്ടിൽ നിൽക്കുമ്പോഴും നല്ല അടിപൊളി നൈറ്റുകളും മറ്റുമാണ് ധരിക്കുന്നത്. കണ്ടു കഴിഞ്ഞാൽ നൈറ്റിയാണെന്ന് പറയില്ല, അത്രയ്ക്കും നല്ല ഫാഷനബിൾ ആയിട്ടുള്ള സംഗതികളൊക്കെയാണ് ധരിക്കുന്നത്. അവർ നാട്ടിലൊരു ശ്രദ്ധാകേന്ദ്രമായിരുന്നു. കിളവന്മാർ വരെ അവരെക്കുറിച്ച് വർണ്ണിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പുതിയ വന്നവൾ സൂപ്പർ ആണെന്നുള്ള രീതിയിൽ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്കും എന്തോ ഒരു സന്തോഷം. അങ്ങനെയാണല്ലോ സൗന്ദര്യമുള്ള പെണ്ണുങ്ങളുടെ പുറകെ ഈയാമ്പാറ്റ പോലെ ആണുങ്ങൾ പറന്നു നടക്കും. പക്ഷേ എല്ലാ കാര്യങ്ങളും എപ്പോഴും എല്ലാവർക്കും ശരിയാകണമെന്നില്ലല്ലോ. അതേപോലെ തന്നെ ചുമ്മാ വെറുതെ നോക്കി നടക്കാം എന്നുള്ളതല്ലാതെ കൂടുതൽ പുരോഗതി ഇതിലുണ്ടാകില്ലെന്ന് ഞങ്ങൾക്കും അറിയാമായിരുന്നു. ആ ഒരു ഞായറാഴ്ച ഞങ്ങൾ പോയി. അവർ ഞങ്ങൾക്ക് പാൽപ്പായസം പകർന്നു നൽകി. അവരെക്കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായം തന്നെ. നന്നായി ഇടപെടാൻ അറിയാവുന്നൊരു സ്ത്രീ. പക്ഷേ ഭർത്താവ് ഉറക്കം തൂങ്ങി, അധികമൊന്നും സംസാരിക്കില്ല, ചിരിക്ക് മാത്രം ചെയ്യും. പക്ഷേ ഗ്ലാമറുള്ളൊരു മനുഷ്യനുമാണ്. എന്തായാലും അവരുടെ ജീവിതത്തിലേക്ക് ഞങ്ങളും കൂടി ചെന്നതുപോലെയാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും തോന്നിയത്. അവർ പോരാൻ നേരത്ത് ഞങ്ങളെ സ്പെഷ്യലായിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയും കേട്ടോ. കാര്യം ഞാൻ നോക്കിയിട്ട് അടുത്ത വീടുകളിൽ ചെറുപ്പക്കാരായിട്ട് നിങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങളെ ആണെങ്കിൽ വിശ്വസിക്കാൻ, കളവന്മാരെയൊന്നും ഒട്ടും വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതെന്താ ചേച്ചി, വന്നു കഴിഞ്ഞ് പിന്നെ കളവന്മാരാരെങ്കിലും ചേച്ചിയെ വന്ന് എന്തെങ്കിലും പറഞ്ഞു വന്ന്? ഓ ഒന്നുമില്ല, എന്നാലും ഞാനങ്ങ് പറയുക, ചില നെഗറ്റീവ് വൈബ്രേഷൻസ് ഒക്കെ എനിക്ക് ഉണ്ടായി മോനെ. നിങ്ങളോട് പിന്നെ പറയാം. എന്തായാലും നിങ്ങളുടെ രണ്ടുപേരുടെ നമ്പർ എനിക്ക് വേണം. അത്യാവശ്യം വരുമ്പോൾ വിളിക്കാമല്ലോ. ചേട്ടന് ചില സമയത്ത് നൈറ്റ് ഡ്യൂട്ടിയാണ്. ഇനി കൊച്ചിനെ കൊണ്ട് വല്ല ആശുപത്രി പോകണമെന്നുണ്ടെങ്കിൽ ഒന്ന് പോകണമല്ലോ. പിന്നെ കാറുണ്ട്, ആ കാറ് ഇവിടെ കൊണ്ടുവന്നിടും. അപ്പം നിങ്ങൾ ആർക്കെങ്കിലും കാർ ഓടിക്കാൻ അറിയാമോ? അപ്പം ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞു ഞങ്ങൾക്കറിയാവുന്ന. അപ്പോൾ എളുപ്പമായി, നിങ്ങൾ രണ്ടുപേരെ ആരെങ്കിലും വിളിച്ചാൽ മതിയല്ലോ. അതുകൊണ്ട് രണ്ടുപേരും എനിക്ക് ഫോൺ നമ്പർ തരണം. എൻ്റെ ഫോൺ നമ്പർ സേവ് ചെയ്യണം കേട്ടോ. എനിക്കും രാവിലെ വൈകിട്ട് ഗുഡ് മോർണിംഗ് ഒന്നും അയച്ചില്ലെങ്കിലും എന്തെങ്കിലും ഇൻഫർമേഷൻ മെസ്സേജ് ഉണ്ടെങ്കിൽ എനിക്ക് പാസ് ചെയ്യണേ. പിന്നെ എന്തെങ്കിലും നല്ല ഗ്രൂപ്പുകളുണ്ടെങ്കിൽ എന്നെ ആഡ് ചെയ്യണം, ഈ നാട്ടിലെയോ ഇവിടുത്തെ എന്തെങ്കിലും കേട്ടോ എന്ന് പറഞ്ഞു. ഞങ്ങളൊക്കെ ചേച്ചിന്ന് പറഞ്ഞു. പിന്നെ പല സമയത്തും അവർ ഞങ്ങളെ വിളിച്ചിട്ടുണ്ട് പല സ്ഥലത്ത് പോകാൻ വേണ്ടിയിട്ട്. കാറിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേച്ചിയെ പല സ്ഥലത്തും കൊണ്ടുപോയിട്ടുണ്ട്, കുഞ്ഞിനെയും. അങ്ങനെ ഞങ്ങൾക്കിടയിൽ നല്ല സൗഹൃദമുണ്ടായി. പക്ഷേ നാട്ടുകാർക്ക് ഞങ്ങൾ 3 പേരും തമ്മിലുള്ള ബന്ധം അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. പലരും കമൻ്റ് അടിക്കാൻ തുടങ്ങി. അവൾ വന്നു കഴിഞ്ഞപ്പോഴേക്കും ചോരയും നീരുമുള്ള 2 ചെക്കന്മാരെ വശത്താക്കി. ഇവിടെ ഇഷ്ടംപോലെ വേറെ ആളുകളുണ്ട്, പ്രായമായവരുണ്ട്. അവരെയൊന്നും വിളിച്ചുകൊണ്ട് അവൾക്ക് കാറിൽ പോകാൻ പറ്റില്ല. ഭർത്താവുണ്ടായിട്ടും അവൾ അഴിഞ്ഞാടി നടക്കുകയാണ്. സൗന്ദര്യമുണ്ടായതുകൊണ്ട് അവൾക്ക് എന്ത് വേണമെങ്കിലും ആകാമല്ലോ. ഇങ്ങനെയൊക്കെ ആളുകൾ സംസാരിക്കുന്നത് എൻ്റെ അമ്മയാണ് എന്നോട് പറഞ്ഞത്. ഞാൻ പറഞ്ഞു, പോമേ, ആ ചേച്ചി പാവമാണ്. പാവമായിരിക്കാം, സുന്ദരിയായ ഒരു പെണ്ണായതുകൊണ്ട് ആർക്കും എന്ത് വേണമെങ്കിലും പറയാമല്ലോ. പക്ഷേ നിങ്ങൾ രണ്ടുപേരും പോയി പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ലെന്ന് പറഞ്ഞു. എന്ത് പ്രശ്നമാമേ? എന്ത് പ്രശ്നമാണെന്ന് ഞാൻ വിസ്തരിക്കണോ? രണ്ടും കൂടെ ഇങ്ങനെ നടക്കുകയല്ലേ എന്ന് പറഞ്ഞ് അമ്മ രൂക്ഷമായൊരു നോട്ടം നോക്കി. എന്തായാലും ഞാനിതൊക്കെ അവനോട് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, എല്ലാവർക്കും അസൂയടാ, നമ്മൾ ചേച്ചിയുമായിട്ട് പോകുന്നത് ആർക്കും ഇഷ്ടമല്ല. പിന്നെ നമ്മളെപ്പോലെ തന്നെ ചേച്ചിയെ അറിയാതെ മോഹിക്കുന്നവരായിരിക്കും ഒത്തിരി ആളുകൾ. ആർക്കാണ് അവരോട് ഇഷ്ടം തോന്നാത്തത്? പക്ഷേ നമുക്കിപ്പം അവരൊരു സിസ്റ്ററിനെ പോലെ അല്ലയോ? അപ്പോൾ അവൻ പറഞ്ഞു, ആർക്ക്? എനിക്കങ്ങനൊന്നുമില്ല, എനിക്കാണെങ്കിൽ അവരോട് ഇപ്പോഴും നല്ല താല്പര്യമുണ്ട്. പക്ഷേ അത്തരം വിഷയങ്ങളൊന്നും പുള്ളിക്കാരി സംസാരിക്കുന്നില്ല. നമ്മളുടെ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കുകയോ അല്ലെങ്കിൽ മറ്റ് സോഫ്റ്റായിട്ടുള്ള വിഷയങ്ങൾ സംസാരിക്കാൻ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ചേച്ചിയുമായിട്ട് കൂടുതൽ കമ്പനിയാകാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇനി നമ്മൾ എവിടെയെങ്കിലും വിളിക്കുമ്പോഴേക്കും നീ ഒരു കാര്യം ചെയ്യ്, അത്തരം വിഷയങ്ങളൊക്കെ എടുത്ത് പുറത്തിട്, ചേച്ചി അതിൽ കയറി പിടിക്കുമോ നോക്കാമെന്നും. അവനപ്പോൾ പൊട്ടിച്ചിരിച്ചു. ചേച്ചി പിടിക്കും നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ പൊയ്ക്കൊണ്ടിരുന്ന കഴിഞ്ഞപ്പോഴേക്കും ഈ വിഷയം എടുത്ത് പുറത്തിടണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ചേച്ചി ചോദിച്ചു, നിങ്ങൾക്ക് രണ്ടുപേർക്ക് കോളേജ് ലൈൻ ഉണ്ടോയെന്ന്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞു, ഇല്ല. അതെന്താ ഇല്ലാത്തത്? ലൈനൊക്കെ ഉണ്ടായിരുന്നു, പൊട്ടിപ്പോയി. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ടേ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പല പല ലൈനുകളും ഉണ്ട്. അതൊക്കെ ഓരോ വർഷം കഴിയുമ്പോൾ പൊട്ടും. അപ്പോൾ യഥാർത്ഥത്തിൽ പ്രേമൊന്നുമല്ല, നിങ്ങളുടെ കാര്യങ്ങളൊന്നും നടക്കാതാകുമ്പോഴേക്കും ആ പെൺപിള്ളേരെ നിങ്ങൾ ഉപേക്ഷിക്കും. അയ്യോ അങ്ങനൊന്നുമല്ല, ഞങ്ങളെയാണ് ആ പെൺപിള്ളേർ ഉപേക്ഷിച്ച് തേച്ചിട്ട് പോയി, ഞങ്ങളെക്കാൾ സുന്ദരന്മാരെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ ചേച്ചി പൊട്ടിച്ചിരിച്ചു. അവളുമാരും മിടുക്കികളാണ്. എന്തായാലും നിങ്ങളെക്കാൾ നല്ല സുന്ദരന്മാരെയാണല്ലോ തേടിപ്പോയത്, അപ്പോൾ കുറ്റം പറയാൻ പറ്റില്ല
എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ഒരു കാര്യം പറയാം എന്ന് ചേച്ചി പറഞ്ഞു. എന്താ ചേച്ചി എന്ന് ആകാംക്ഷയോടുകൂടി ഞങ്ങൾ ചോദിച്ചപ്പോൾ ചേച്ചി പറയാണ്, എനിക്ക് തോന്നുന്നത് നിങ്ങൾ രണ്ടുപേരും ഒരു പെണ്ണിനെ കിട്ടുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങ് കെട്ടുക, അതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന്. ചേച്ചി എന്തൊക്കെയാണ് പറഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എടാ എപ്പം നോക്കിയാൽ നിങ്ങൾ രണ്ടുപേരും കൂടെ സയാമീസ് ഇരട്ടകളെ പോലെ ഒട്ടി നടക്കുകയാണ്. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾ തമ്മിൽ അങ്ങ് കെട്ടുക, ഇപ്പം അത് പിന്നെ പുതുമയൊന്നും അല്ലല്ലോ, അല്ലെങ്കിൽ നിങ്ങളൊരു പെണ്ണിനെ കെട്ടുക, അപ്പം ഒരു പ്രശ്നവുമില്ല, നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി എപ്പോഴും ഒട്ടി നടക്കുകയും ചെയ്യാം, ആ പെണ്ണ് നിങ്ങളുടെ ഭാര്യയാകുകയും ചെയ്യും, നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി അവളെ മാനേജ് ചെയ്യാൻ ഒരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു, ചേച്ചി ഇങ്ങനെ കളയാക്കരുത് കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു, കളയാക്കിയല്ല, സത്യം പറഞ്ഞാൽ നല്ല രണ്ട് സുഹൃത്തുക്കൾക്ക് ഒരു ഭാര്യയായാൽ എന്താ കുഴപ്പം, അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും കൂടെ ആ ഫ്രണ്ട്ഷിപ്പ് എന്നും മുന്നോട്ട് കൊണ്ടുപോകാം. ഒരു ഭാര്യയും രണ്ടു പേരെയും മനസ്സിലാക്കുന്ന ഒരു പെണ്ണുണ്ടെങ്കിൽ ഏറ്റവും നല്ലതല്ലേ എന്ന് പറഞ്ഞു. ചേച്ചി സിനിമയും മറ്റും കണ്ടിട്ട് ഇങ്ങനെ പറയുകയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി പറഞ്ഞു, അല്ലടാ, സിനിമയിൽ കാണുന്നത് സത്യമല്ലെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, സിനിമയേക്കാൾ വിചിത്രമായ സംഭവങ്ങളോട് നടക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നാറുണ്ട് നല്ലതാണ് രണ്ട് നല്ല സുഹൃത്തുക്കൾക്ക് ഒരു ഭാര്യ, അല്ലെങ്കിൽ നല്ല രണ്ട് പെൺ സുഹൃത്തുക്കൾക്ക് ഒരു ഭർത്താവ്, അപ്പോൾ നല്ല രസമായിരിക്കുമല്ലേ എന്ന്. ഞങ്ങൾ പറഞ്ഞു, ചേച്ചിക്ക് എന്തോ വല്ലാത്ത പ്രശ്നമുണ്ട്, ഷോക്ക് അടുപ്പിക്കണമെന്നും. ഷോക്കൊന്നും അടുപ്പിക്കണ്ട എന്ന് പറഞ്ഞപ്പോൾ അവൻ ചോദിച്ചു, അല്ല ചേച്ചി, ചേച്ചിയുടെ ഹസ്ബൻഡിന് അടുത്തൊരു സുഹൃത്തുണ്ട്, അവർക്ക് വിട്ടുപിരിയാൻ പറ്റില്ല, അങ്ങനെയാണെങ്കിൽ ചേച്ചി ആ രണ്ടുപേരെയും കല്യാണം കഴിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു, ആ അതിനിപ്പോൾ എനിക്ക് ആ ഭാഗ്യമില്ലല്ലോ, എൻ്റെ ഭർത്താവിന് സുഹൃത്തുക്കളെ ഇല്ല, അങ്ങനെ വല്ല സുഹൃത്തുക്കളും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ സമ്മതിച്ചേനി എന്ന് പറഞ്ഞു. ചേച്ചി അടിപൊളിയാണല്ലോ, ഇനിയിപ്പോൾ ചേച്ചിയുടെ ഭർത്താവിന് ഒരു നല്ല സുഹൃത്തുണ്ടാവുകയാണെങ്കിൽ ചേച്ചി സ്വീകരിക്കുമോ? ഓ അതില്ല, കാരണം പണ്ടേ സുഹൃത്തുക്കളായിരിക്കണം, അല്ല ഇനിയിപ്പോൾ സ്വീകരിക്കേണ്ട കാര്യമില്ലല്ലോ, നിങ്ങൾ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ ഒരു സജഷൻ പറഞ്ഞതേ ഉള്ളൂ. ചേച്ചി ഞങ്ങൾക്കിട്ട് ഊന്നുകയാണെന്ന് മനസ്സിലായി, ചേച്ചി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇനി ഒരു പെണ്ണിനെ പ്രേമിക്കട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി പറഞ്ഞു, അതിനെന്താ പ്രേമിക്കാമല്ലോ, പക്ഷേ ഇത്രയും വലിയ അഡ്ജസ്റ്റ്മെൻറ്റ് സമ്മതിക്കുന്ന പെണ്ണുങ്ങൾ ഈ ലോകത്തുണ്ടെന്ന് തോന്നുന്നില്ല ചേച്ചി അല്ലാതെ, അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ചേച്ചി അങ്ങ് പ്രേമിച്ചോട്ടെ എന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി ആട്ടുമെന്നാണ് വിചാരിച്ചത്, പക്ഷേ ചേച്ചി പൊട്ടിച്ചിരിക്കുകയാണ്. കൊള്ളാവടാ, നല്ല ഐഡിയ, എന്നെ വളയ്ക്കാൻ വേണ്ടിയിട്ട് രണ്ടുപേരും കൂടി തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, അല്ല ചേച്ചി ഞങ്ങൾ രണ്ടുപേരെയും വളയ്ക്കാൻ വേണ്ടിയിട്ടല്ലേ ഈ കഥ പറഞ്ഞെന്ന്. പിന്നെ വളയ്ക്കാൻ പറ്റി രണ്ടു പേര് എന്ന് പറഞ്ഞ് ചേച്ചി പിന്നെയും ചിരിച്ചു. ആ വിഷയം ഞങ്ങൾ അതോടെ വിട്ടു. പക്ഷേ രാത്രിയായി കഴിഞ്ഞപ്പോഴേക്ക് ചേച്ചി എനിക്കൊരു മെസ്സേജ് അയച്ചു, എടാ സെയിം ടൈമിൽ ഞാനും ഒരു മെസ്സേജ് അയക്കുന്നുണ്ട് കേട്ടോ, നമുക്ക് 3 പേർക്കും കൂടെ വീഡിയോ കോൾ വന്നാലോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ ഗ്രൂപ്പ് കോൾ വന്നു. അപ്പോൾ ചേച്ചി പറഞ്ഞു, രാവിലെ നിങ്ങൾ പറഞ്ഞ തമാശയില്ലേ, അതെൻ്റെ ഹൃദയത്തിലാണ് കൊണ്ടത്. അത് കൊള്ളാം, അത്ര ഒരു മണ്ടൻ ഐഡിയ പറഞ്ഞത് ചേച്ചി. അപ്പോൾ അത് പകരം ഞങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ചേച്ചിക്ക് ഹൃദയത്തിൽ കൊണ്ടുവന്നു. എടാ അങ്ങനെ വേദനിച്ചെന്നല്ല ഞാൻ പറഞ്ഞത്, എനിക്കത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു, സത്യമായിട്ടും ഒരു സ്ത്രീക്ക് 2 പുരുഷന്മാരുണ്ടായിരുന്നെങ്കിൽ എന്ത് നന്നായിനി, അതിപ്പം ഭർത്താവോട് ചേർത്ത് ഞങ്ങൾ രണ്ടുപേരോട് വന്നു കഴിഞ്ഞാൽ 3 പുരുഷന്മാരാകില്ലേ എന്ന് അജു ചോദിച്ചു. ഒന്ന് പോടാം, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, നിങ്ങൾ രണ്ടുപേരും സുഹൃത്തുക്കളാണ്, നിങ്ങൾ രണ്ടുപേരും എന്നെ സ്നേഹിക്കുന്നു, എൻ്റെ ഇടവും വലവും ഇപ്പോൾ സഹായത്തിനുണ്ട്, അതല്ലാതെ നമ്മൾ 3 പേരും മാത്രമുള്ള ഒരു പ്രത്യേക സിറ്റുവേഷൻ ഉണ്ടാമെങ്കിൽ എന്ത് രസമായിരിക്കും അത് എന്ന് ചേച്ചി കൊഞ്ചി പറഞ്ഞു. അപ്പോൾ അവൻ ചോദിച്ചു, ചേച്ചി ഇത് ഞങ്ങളെ വട്ടിളക്കുകയാണോ അതോ ചേച്ചി ആലോചിച്ചിട്ട് പറയുകയാണോ എന്നും. പിന്നെ വട്ടിളക്കാൻ എന്താ, ഞാനും നല്ല വിദ്യാഭ്യാസമുള്ളവളാണ്, എനിക്ക് നിങ്ങളോട് ഇഷ്ടം തോന്നി, നിങ്ങൾ രണ്ടുപേരെയും കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരേപോലെ ഒരു സാമ്യമുണ്ട്, അപ്പോൾ ഞങ്ങൾ രണ്ടുപേരുടെ അച്ഛന്മാർ ഒന്നാണെന്നാണ് ചേച്ചി പറയാൻ വന്നത്. അജു അങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു, ആ എനിക്കറിയത്തില്ല നിങ്ങളുടെ അച്ഛൻ അങ്ങോട്ട് പോയോ ഇവൻ്റെ അച്ഛൻ ഇങ്ങോട്ട് വന്നതൊന്നും, അതൊക്കെ നിങ്ങളുടെ സീക്രട്ട്, നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാം. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രാവിലത്തെ ഐഡിയ താല്പര്യമുണ്ട്, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇപ്പം പറയണം, യെസ് ഓർ നോ. നാളെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല, ഇപ്പോൾ ഈ മൊമെൻറ്റിൽ പറയണം, നിങ്ങൾക്ക് 2 പേർക്കും എൻ്റെ ഇടവും വലവും ചേർന്ന് എന്നോട് ചേർന്നിരിക്കാൻ സമ്മതമാണോ? എപ്പോഴും എല്ലാ കാലവും ഞങ്ങൾ ഇവിടെ തന്നെയാണ് ജീവിക്കുന്നത്, ഈ വാടക വീട്ടിലല്ലെങ്കിൽ കൂടിയും ഇവിടെ അടുത്ത് തന്നെ വീട് വാങ്ങിച്ച് ഞങ്ങൾ സ്ഥിര താമസം ഉറപ്പിക്കും, അപ്പോഴും നിങ്ങൾ എൻ്റെ കൂടെ എന്നും കാണുമെന്ന് ഉറപ്പ് തരാമെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ ഗോളടി മത്സരം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒന്നും മിണ്ടിയില്ല. ഇപ്പം പറയണം,
10 സെക്കൻഡ് ഞാൻ തരും, അപ്പോൾ പറയണം. ചേച്ചി 10 സെക്കൻഡ് പറ്റില്ല, ഒരു 5 മിനിറ്റ് ഞങ്ങൾ കട്ട് ചെയ്തിട്ട് പിന്നെയും വിളിക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ രണ്ടും കൂടെ ഫോൺ വിളിച്ചു. ചേച്ചി പറഞ്ഞതിന് എന്ത് മറുപടി കൊടുക്കണമെന്ന് അജു പറഞ്ഞു. ചേച്ചി പറഞ്ഞ നമുക്കങ്ങ് എസ് വെക്കാടാ, നമ്മുടെ ഭാഗ്യം. നമ്മുടെ മരത്തിൽ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അവർ മാനത്തെ കണ്ടു. അവരും താല്പര്യത്തോടു കൂടിയാണ് നമ്മളെ വിളിച്ചതും സംസാരിച്ചതുമൊക്കെ. അത് നമ്മുടെ ഭാഗ്യം. അങ്ങനെയാണെങ്കിൽ മിക്കവാറും ദിവസം ഞാൻ ഡ്യൂട്ടിക്ക് പോകും. ചേച്ചി വിളിച്ചതിൽ ഒരു തെറ്റുമില്ല. നമുക്കവിടെ പോകാം, അടുത്തല്ലേ, റിസ്ക് ഇല്ല, പുറകുവശത്തൂടെ പോകാനുള്ള വഴിയുമുണ്ട്. ആരും കാണാതെ നമുക്കെല്ലാം സെറ്റാകാം. ചേച്ചിയോട് നമുക്ക് കുറച്ച് ദിവസം സംസാരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എസ് പറഞ്ഞ് ചേച്ചിയോട് സംസാരിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു ചേച്ചിയുടെ ഫാൻറ്റസി ആയിരുന്നു ഒരേ സമയം 2 പുരുഷന്മാർ ചേച്ചിയുമായി സല്ലാപത്തിൽ ഏർപ്പെടുന്നത്. ചേച്ചിക്ക് അതിൽ പലതരത്തിലുള്ള തന്ത്രവിദ്യകളും ചേച്ചിയുടെ ഫാൻറ്റസിയിൽ ഉണ്ടായിരുന്നു. ചേച്ചി പറഞ്ഞു ഒരാൾക്ക് താഴെത്തട്ടിൽ പണി, മറ്റൊരാൾക്ക് മേലെത്തട്ടിൽ മാനം മുട്ടപ്പണി, ഒരാൾക്ക് ഇടത് വശത്ത് കശക്കിയെടുക്കുന്ന തേൻ തുണ്ടുകളുടെ പണി, മറ്റൊരാൾക്ക് അവിടെ മനോഹരമായ പണിതുയർത്തലിൻ്റെ പണി എന്ന് ചേച്ചി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് 2 പേർക്കും ശരിക്കും സ്വർഗം കിട്ടിയ പ്രതീതിയായിരുന്നു. ചേച്ചിയുടെ ഫാൻറ്റസികളെല്ലാം പറഞ്ഞ ശേഷമാണ് ഞങ്ങളെ അവിടേക്ക് നാളെ ഫിക്സ് ചെയ്ത് വിളിച്ചത്. ചേട്ടന് ഇന്ന് മുതൽ 3 ദിവസം നൈറ്റ് ഡ്യൂട്ടിയാണ്. അപ്പോൾ 3 ദിവസവും നമ്മൾ 3 ആളംഗം കുറിക്കുന്നു. വരിലെ കുട്ടികളെ, രാത്രി 10 തൊട്ട് വെളുക്കുന്നത് വരെ വീട്ടിൽ എന്തെങ്കിലും എക്സ്ക്യൂസസ് പറഞ്ഞിട്ട് അവർ തിരക്കാത്ത രീതിയിൽ വേണം വരാമെന്ന് ചേച്ചി ഉപായങ്ങളെല്ലാം ഓതിത്തന്നു. ഞങ്ങൾ 2 പേരും കൂടി 10 ആയി കഴിഞ്ഞപ്പോഴേക്കും ചേച്ചിയുടെ വീടിൻ്റെ പുറകിൽ കൂടിയാണ് ചെന്നത്. ചേച്ചി അടുക്കള വാതിലിൽ ഞങ്ങളെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. അകത്ത് കയറി കഴിഞ്ഞപ്പോൾ ചേച്ചി വെച്ച ഭക്ഷണമൊക്കെ ഞങ്ങൾക്ക് തന്നു. അത് കഴിഞ്ഞ ശേഷം കുട്ടി ഉറങ്ങിക്കഴിഞ്ഞ ശേഷമാണ് ഞങ്ങൾ വേറൊരു മുറിയിലേക്ക് പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു നിങ്ങൾക്ക് 2 പേർക്കും ഞാൻ നിർദ്ദേശങ്ങൾ തരും, അതിനനുസരിച്ച് മാത്രമേ പെരുമാറാവൂ. ദയവ് ചെയ്ത് നിങ്ങൾ ആവേശത്തിലും സ്വാതന്ത്ര്യത്തിലും കൂടുതൽ ഊർജ്ജസ്വലത പ്രകടിപ്പിക്കരുത്. ഞാൻ പറഞ്ഞു തരാം, എൻ്റെ ഫാൻറ്റസിയാണേ, എൻ്റെ കൂടെ നിൽക്കില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ ഓക്കെ പറഞ്ഞു. ചേച്ചി ഞങ്ങളെ 2 സൈഡിലും നിർത്തി. അത് കഴിഞ്ഞ ശേഷം ചേച്ചി പറഞ്ഞു ഇനിയാണ് എൻ്റെ എക്സാമിനേഷൻ. ആരാണ് കേമൻ, ആരാണ് ബഹുകേമൻ എന്ന് ഞാൻ നോക്കും. ബഹുകേമനായിരിക്കും ആദ്യം എൻ്റെ പഠിപ്പുര വാതിൽ ഞാൻ തുറന്നു കൊടുക്കുക. അവിടെയായിരിക്കും അന്ന് രാത്രിപൂരം എന്ന് ചേച്ചി പറഞ്ഞു. പക്ഷേ ചേച്ചിയുടെ എക്സാമിനേഷൻ 10 മിനിറ്റ് നീണ്ടു നിന്നു. ഞങ്ങൾ 2 പേരും ചേച്ചിയുടെ ആ ഒരു എക്സാമിനേഷന് മുന്നിൽ ഭയവിഹ്വലരായി നിന്നു. ചേച്ചി റിസൾട്ട് പ്രഖ്യാപിച്ചപ്പോൾ ഞങ്ങൾ 2 പേരെയും ഞെട്ടിച്ചു. ചേച്ചി പറഞ്ഞു എനിക്ക് തോന്നുന്നത് നിങ്ങൾ സമാസമമാണെന്നാണ്. അപ്പോൾ പിന്നെ എനിക്ക് ഒരു വേർതിരിവുമില്ല. 2 സിംഹാസനങ്ങളിലും ചേച്ചി അമർന്നിരുന്ന് രാജ്യഭാരം മുഴുവനും ഭരിച്ച് രാജ്യം ഭരിക്കും എന്ന് പറഞ്ഞു. പിന്നെ ചേച്ചിയുടെ ഫാൻറ്റസിയുടെ വിളയാട്ടമായിരുന്നു. ഞങ്ങളെ 2 പേരെയും അവർ പഠിപ്പിച്ചു, ഇതുവരെ പഠിപ്പിക്കാത്ത പാഠങ്ങൾ. ചേച്ചിയുടെ ഫാൻറ്റസിക്ക് മുമ്പിൽ ഞങ്ങൾ ആദ്യം തന്നെ അടിയറവ് പറഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞ ശേഷം ചേച്ചി പറഞ്ഞു സാരമില്ല, പരാജയം വിജയത്തിന് തുടക്കമാണ്, അടുത്ത വട്ടം കൂടുതൽ സമയമുണ്ടാകും എന്ന് പറഞ്ഞു. ചേച്ചി പറഞ്ഞതുപോലെ സംഭവിച്ചു. അത് കഴിഞ്ഞ ശേഷം സിംഹാസനത്തിൽ അമർന്നപ്പോഴും ചേച്ചിക്ക് യാതൊരു വകഭേദവും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ 2 പേരെയും ചേർത്ത് പിടിച്ചു. ചേച്ചി ഒരു അപൂർവ സുന്ദരിയായി മാറുകയായിരുന്നു. ചേച്ചിയുടെ കണ്ണിൽ വൈരവും മരതകവും നീലക്കടമ്പും ഞങ്ങൾ കണ്ടു. ആ രാത്രി മുഴുവനും നീലയാമങ്ങളായിരുന്നു. ഞങ്ങൾ വെളുപ്പിനെ 4:30 ആയപ്പോഴാണ് പോയത്. ഉത്സവം കാണാൻ പോയെന്ന് വീട്ടുകാരോട് പറഞ്ഞു. ഏതുത്സവമെന്ന് അവർ ചോദിച്ചതുമില്ല. ഞങ്ങൾ 2 പേരും കൂടെ പോകാറുള്ളത് കൊണ്ട് പ്രശ്നമില്ലായിരുന്നു. പിന്നീട് അടുപ്പിച്ച് 3 ദിവസം ഞങ്ങൾ ഉത്സവം കാണാൻ പോയി. പിന്നീട് ഞങ്ങൾക്ക് ഏകദേശം ഒരു 15 ദിവസം കഴിഞ്ഞപ്പോഴാണ് അടുത്ത ഉത്സവത്തിന് പോകാനുള്ള അവസരം ചേച്ചി ഉണ്ടാക്കി തന്നത്. അത് അനുസ്യൂതം നടക്കുകയാണ്. പക്ഷേ ഇപ്പോൾ ചേച്ചിയോട് ഞങ്ങൾ മാനസികമായി ഒത്തിരി അടുത്ത് കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി പല നിബന്ധനകളും വെക്കുകയാണ്. നിങ്ങൾ അവിടെ പോകാൻ പാടില്ല, അവരോട് മിണ്ടാൻ പാടില്ല, ഞാൻ പറയുന്ന സമയത്ത് ഇവിടെ വേണം. അടുത്തൊരു വയലിൽ ഞങ്ങൾ ക്രിക്കറ്റ് കളിക്കുന്നുണ്ടായിരുന്നു, അതിന് പോകാൻ ചേച്ചി ഇപ്പോൾ സമ്മതിക്കാറില്ല. അവിടെ പോകണ്ട, മറ്റുള്ളവരുമായിട്ട് മിങ്കിൾ ചെയ്യേണ്ട. അതേപോലെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ചേച്ചിയോട് പറയണം. പുറത്തിറങ്ങി കറങ്ങി നടന്നു കഴിഞ്ഞാൽ ചേച്ചി കണ്ടുപിടിക്കും, ഉടനെ തന്നെ തിരിച്ചു വരണം. പിന്നെ അയലത്തുള്ള പെൺകുട്ടികളോടൊന്നും മിണ്ടാൻ സമ്മതിക്കില്ല. ഞങ്ങളുടെ മൊബൈലെല്ലാം പിടിച്ച് ചേച്ചി നോക്കും. എന്തെങ്കിലും ഒരു കാര്യം കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചേച്ചി
ചേച്ചി ഞങ്ങളെ അടിക്കും. അപ്പം തന്നെ വലിയ വലിയ നിയന്ത്രണങ്ങൾ അവർ ഞങ്ങളിൽ കൊണ്ടുവരികയാണ്. അവരെ ഇഷ്ടമായതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും അത് അനുസരിക്കുന്നുമുണ്ട്. പക്ഷേ ഓരോ ദിവസവും അവർ പലപ്പോഴും ഞങ്ങൾക്ക് പല നിയന്ത്രണങ്ങളും വെക്കുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് അസ്വസ്ഥതയുമുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഇത് ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് വരെ അവരോട് പറഞ്ഞിട്ടില്ല. മാഡം, എന്തുകൊണ്ടാണ് അവരിങ്ങനെ നാൾക്ക് നാൾ ഓരോരോ നിയന്ത്രണങ്ങൾ ഞങ്ങളിൽ കൊണ്ടുവരുന്നത്? കല്യാണമൊന്നും കഴിക്കാൻ സമ്മതിക്കത്തില്ലെന്ന് പോലും അവരിടയ്ക്ക് പറയും. ഈ ബന്ധം എന്തെങ്കിലും കുഴപ്പത്തിൽ കലാശിക്കുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും കലാശിക്കും. ഇതൊക്കെ വലിയ കുഴപ്പത്തിലേ കലാശിക്കുള്ളൂ. ആ സ്ത്രീ ഇതുപോലെ പല ആളങ്കവും കുറിച്ച് അവിടുന്ന് വന്നൊരു സ്ത്രീയാണ്. ഭർത്താവ് എത്രത്തോളം അവരുടെ ക്യാരക്ടർ മനസ്സിലാക്കിയെന്നോ അല്ലെങ്കിൽ ഭർത്താവ് അവരെ അനുസരിക്കുന്ന ഒരാളാണെന്നോ ഇതൊന്നും നമുക്കറിയില്ല. അവർ തമ്മിൽ എന്ത് രീതിയിലുള്ള അണ്ടർസ്റ്റാൻഡിങ് ആണെന്നോ ഭർത്താവ് അറിഞ്ഞുകൊണ്ടാണെന്നോ അറിയാതെ ആണെന്നോ ഒന്നും അറിയില്ല. സുന്ദരിയായ ഒരു സ്ത്രീയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എങ്ങനെയെങ്കിലും അവരുടെ സൗഹൃദം കിട്ടിയാൽ മതി നിങ്ങൾ ആഗ്രഹിച്ചു. പക്ഷേ അവർക്ക് നിങ്ങളെക്കാൾ കൂടുതൽ ആഗ്രഹം ഉണ്ടായിരുന്നത് കൊണ്ട് വന്നു കഴിഞ്ഞപ്പോൾ ആ സ്ഥലത്തെ ഫസ്റ്റ് ടാർഗറ്റ് നിങ്ങളെപ്പോലെയുള്ള രണ്ട് കൂട്ടുകാരെയായിരുന്നു. അവരുടെ ഫാൻറ്റസികൾ സാധിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചു. അപ്പോൾ നിങ്ങൾ ഓൾറെഡി കാത്തിരിക്കുകയായിരുന്നു. രണ്ടും ഒത്തുചേർന്നു. പക്ഷേ അത് നിങ്ങൾക്ക് നല്ല രസമായിട്ട് തോന്നി. നല്ലൊരു ബന്ധമാണ്, കുഴപ്പമൊന്നുമില്ല, സ്നേഹമൊക്കെ തന്നെയാണ്. എങ്കിലും അതിന് ശരിക്കും ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ബന്ധത്തിൻ്റെ ഒരു ഗുണവുമില്ല. കാരണം ഞാൻ എപ്പോഴും പറയാറുണ്ട്, അവിഹിതമായ കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ച് മാത്രം മുന്നോട്ട് കൊണ്ടുപോകുള്ളൂ. ഇപ്പോൾ നമ്മൾ പറയണം അവിഹിതമായ ബന്ധങ്ങൾ പാടില്ല, കറക്റ്റാണ്. പക്ഷേ എന്ന് വെച്ചിട്ട് ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വിദഗ്ധമായി മാനേജ് ചെയ്യാനും ബുദ്ധിപരമായിട്ട് പെരുമാറാനും തന്ത്രപരമായി മാനേജ് ചെയ്യാനും അറിയാത്ത ആൾക്കാരുടെ കയ്യിൽ അല്ലെങ്കിൽ ആൾക്കാർ ചേർന്ന് അത്തരം ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ലോകം മുഴുവനും അറിയുകയും നമ്മുടെ ജീവിതം നശിക്കുകയും നാടും വീടും എല്ലാം ചീത്തപ്പേര് കേൾക്കുകയും ചെയ്യുന്ന ഒരു വലിയ ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് ഓർക്കുക എപ്പോഴും. അവരുടെ പിടിവാശിക്ക്, അവരുടെ ആ ഒരു പിടിച്ചുകെട്ടലിന് നിങ്ങൾ വിധേയമായി അടിമകളെപ്പോലെ ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം എന്തായാലും നിങ്ങൾക്കത് നിൽക്കാൻ പറ്റില്ല. പൊട്ടിത്തെറിക്കും. പൊട്ടിത്തെറിയോടുകൂടി നാട്ടുകാരും വീട്ടുകാരും ഒക്കെ അറിയും. നിങ്ങളുടെ അമ്മ പറഞ്ഞതുപോലെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് നേരെ വരികയും ചെയ്യും. അവരെ നിങ്ങൾ അങ്ങോട്ട് കയറി എന്തെങ്കിലും ചെയ്തു എന്നുള്ള രീതിയിലാകും. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം സൈക്കോ സ്വഭാവമുള്ള സ്ത്രീകളെ, ശരിയാണ് സുന്ദരിയാണ് അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ഓക്കെയാണ് എങ്കിൽ കൂടിയും ഇതെല്ലാം അവസാനം അപകടകരമായ ഒരു മേഖലയിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഇത് മാനേജ് ചെയ്ത് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം. അവരോട് നിങ്ങൾ തുറന്ന് സംസാരിക്കണം. കാര്യം ഒരു ബന്ധം, അതിനിപ്പോൾ അവർക്ക് ഭർത്താവുണ്ട്, കുട്ടിയുണ്ട്, നാട്ടുകാരെ അല്ലെങ്കിൽ വീട്ടുകാരെ ഒത്തിരി പേരെ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതിനിടയ്ക്ക് ഇത്തരം നിയന്ത്രണങ്ങൾ എന്തിന് കൊണ്ടുവരുന്നു? കാര്യം അവർ പറയുന്ന സമയത്ത് അവരുടെ അടുത്തുണ്ടല്ലോ. അതല്ലാതെ ഈ പറഞ്ഞതുപോലെ ദൈനംദിനമായിട്ടുള്ള ജീവിതത്തിൽ ഇടപെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ അവരോട് നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്നിരുന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. ഈ പുറത്തുള്ള മറ്റ് ആക്ടിവിറ്റീസ് അവർ തടസ്സപ്പെടുന്ന രീതിയിൽ എന്തിനാണ് പോസസീവ്നെസ് കാണിക്കുന്നത്? അതുകൊണ്ട് എന്താണ് കാര്യം? രസം ആണ് ലക്ഷ്യമെങ്കിൽ രസത്തിൻ്റെ സമയത്ത് രസിക്കുക. അത് കഴിയുമ്പോഴേക്കും മറ്റു കാര്യങ്ങളിൽ പേഴ്സണലി ഇൻ്റർഫിയർ ചെയ്യാതിരിക്കുക. ഇപ്പം രണ്ട് കാമുകന്മാരുണ്ട്, അപ്പോൾ അവരോടെല്ലാം ഇതേപോലെ പെരുമാറുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വിചിത്രമാണ്. ആ സ്ത്രീയുടെ മനസ്സ് വളരെ വിചിത്രമായതുകൊണ്ട് വിചിത്രമായ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ട് തുറന്ന് സംസാരിച്ച് അവരുടെ ആറ്റിറ്റ്യൂഡ് മനസ്സിലാക്കുക. നല്ലതാണെങ്കിൽ അല്ലെങ്കിൽ തിരുത്താൻ തയ്യാറാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാവുന്നതേ ഉള്ളൂ. അതല്ല ഡേഞ്ചറസ് ആണെന്ന് തോന്നുകയാണെങ്കിൽ അവിടുന്ന് രക്ഷപ്പെടുക. നിങ്ങൾ എന്തെങ്കിലും കാര്യം പറഞ്ഞ് രക്ഷപ്പെട്ടില്ലെങ്കിൽ വലിയ വലിയ പ്രശ്നങ്ങളുണ്ടാകും. അവരെ പിണക്കാതെ തന്നെ അവിടുന്ന് പതുക്കെ പതുക്കെ വിഡ്രോ ചെയ്ത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ നോക്കുക. ഇത്തരം സൈക്കോ ആൾക്കാരെയൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റുമോ? അതിനുള്ള റെമഡി നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം.